ഗൈസ്, നമ്മൾ ഇന്നലെ OCAയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം പലരും ചോദിച്ചിരുന്നു ഇത് എപ്പോഴത്തെയും പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വാർത്തയല്ലേ എന്നുള്ളത്. പക്ഷേ അതിലെനിക്കൊരു കാര്യം ഒന്ന് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്യാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പം AFFൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ലിസ്റ്റ് എടുത്തു, ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെയല്ല. സ്പോർട്സ് മിനിസ്ട്രി ഈ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രയോറിറ്റിയിലുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വിഷയം സംസാരിച്ചത്. കാരണം ഇതുവരെ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്പോർട്സ് മിനിസ്ട്രി ലെവലിലേക്കൊന്നും ഇത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ AFFൻ്റെ കല്യാൺ ജോബയുടെയൊക്കെ ചുറ്റളവിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു, അവർ ഇന്ന പ്ലെയറിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്നൊന്നും കാര്യമില്ല. ഈ നിയമം നമുക്കറിയാമല്ലോ, OCA പ്ലേയേഴ്സിനെ കളിപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്ന ആ ഒരു നിയമം വന്നാൽ മാത്രമേ നമുക്ക് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവുള്ളൂ. അപ്പം അതൊരു പോസിറ്റീവ് വാർത്തയായിട്ട് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞ പോലെ സ്പോർട്സ് മിനിസ്ട്രി ലെവലിൽ ഇത് പരിഗണിക്കുന്നു എന്നുള്ളത്, സ്പോർട്സ് എക്കോ സിസ്റ്റത്തിനെ വളർത്താനായിട്ട് എന്നുള്ളൊക്കെ ഒരു സാഹചര്യത്തിലാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാർക്കസിൻ്റെയൊക്കെ ട്വീറ്റ് കണ്ടിരുന്നു. കുറേ നാളുകളായിട്ട് ഇപ്പം ഇതിനു വേണ്ടിയിട്ടുള്ള വർക്കിംഗ് പരിപാടികൾ നടക്കുന്നുണ്ട്. ഒരുപാട് മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിനോടകം നടന്നു കഴിഞ്ഞു. പിന്നെ AFFൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ 5 or 6 പ്ലെയേഴ്സിന് ഒരു പ്രയോറിറ്റി പ്ലെയേഴ്സ് എന്ന നിലയിലും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു റൂൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എത്തിക്കുക എന്ന് പറയുന്നൊരു കാര്യത്തിൽ. എന്താണെങ്കിലും ഇന്നലെ വന്നിട്ടുള്ള ഈ ഒരു വാർത്ത വലിയ രീതിയിൽ ട്രെൻഡിങ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതുവരെ ഒന്നും ട്രെൻഡിങ് ആയ പോലെയല്ല. ഇപ്പം OCA കാർഡ് ഹോൾഡേഴ്സിൻ്റെയൊക്കെ ഒരു സാധ്യത ഇപ്പം പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പ്ലാറ്റ്ഫോമിലും ഒക്കെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രൂപത്തിലേക്ക് മാറി എന്നൊക്കെ പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ പറഞ്ഞല്ലോ, ഇപ്പോൾ മാർക്കസ് തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ ഡീലൊക്കെ നടക്കുന്ന പോലെ റൂമേഴ്സൊക്കെ വരുന്ന പോലെ അല്ല, അത് ഡീലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ്ലി ആ ഒരു പോസിറ്റീവ് എന്ന നിലയിലേക്ക് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു ആഗ്രഹം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഇപ്പം 2026 വേൾഡ് കപ്പ് ക്യാമ്പയിനൊക്കെ നമുക്ക് അവസാനിച്ച് കഴിഞ്ഞു. അപ്പം അടുത്തൊരു വേൾഡ് കപ്പിൻ്റെ ഒരു ക്യാമ്പയിൻ ആകുന്ന സമയത്തേക്കെങ്കിലും നമുക്ക് പ്ലെയേഴ്സിനേക്ക് എത്തിക്കാൻ സാധിക്കണം. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഏഷ്യ കപ്പിന് മുമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും, നമ്മൾ ക്വാളിഫൈഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു 40 മുകളിൽ പ്ലെയേഴ്സിൻ്റെയൊക്കെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ കാണാനിടയായി, നല്ല ലീഗ്സിലൊക്കെ കളിക്കുന്ന. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പ്ലെയേഴ്സ്, നല്ല ഏറ്റവും ക്വാളിറ്റി പ്ലെയേഴ്സ് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് വളരെ ഗുണകരമാകുന്നൊരു കാര്യമാണ്. പിന്നെ ഈ OCA വന്നു കഴിഞ്ഞാലുള്ള ഒരു ഗുണം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഫ്യൂച്ചറിലായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഒരു 10 വർഷം കഴിഞ്ഞോ 15 വർഷം കഴിഞ്ഞോ ഒക്കെ ഉള്ളൊരു കാര്യം പോലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ്സ് ഉണ്ട്. കാരണം നിലവിൽ നമ്മുടെ രാജ്യത്ത് നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പം UK അല്ലെങ്കിൽ യൂറോപ്പ്, USA, കാനഡ ബേസ് ചെയ്തിട്ടൊക്കെ ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരുപാട് ഇത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്പേഴ്സ് വരാനുള്ളതൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അതുപോലും നമുക്ക് ഫുട്ബോൾ എന്ന ഒരു ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും ഗുണം ചെയ്യുമെന്നുള്ളതാണ്. സോ ഈ OCAയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എലിജിബിലിറ്റി എന്നൊക്കെ പറയുന്നത് ഈ കാണുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലാണ് ഇപ്പം OCA കാര്യങ്ങളിലേക്കൊക്കെ ഒരാൾ അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആകുന്നത് എന്നുള്ളതാണ്. പിന്നെ വേണ്ട ഡോക്യുമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാലും ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ മതി, സിമ്പിളാണ്. പിന്നെ 6 മുതൽ 8 ആഴ്ച വരെയൊക്കെ മതി ഈ പറഞ്ഞ പോലെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഇത് കിട്ടാൻ. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒരു റൂള് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള OCA കാർഡ് ഹോൾഡേഴ്സിനേക്കാൾ കൂടുതൽ ഒരുപാട് ആളുകൾ ഈ പറഞ്ഞ OCA കാർഡ് എടുക്കാനുള്ള സാധ്യതകളും ഉണ്ടാകും എന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉപയോഗിക്കാനായിട്ട്. സോ ഇത് നടന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയും ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കാൻ പോകുന്ന ഒരു വലിയൊരു വിപ്ലവം തന്നെ ആയിരിക്കും. പിന്നീട് എന്താണ് സംഭവിക്കുക എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ്. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും സ്പ്രെഡായിട്ട് കിടക്കുന്നത് നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ്. അവിടുന്ന് എത്ര ആളുകളെ നമുക്ക് ഈ ഒരു ലെവലിൽ സ്പോർട്സിൽ ഫുട്ബോളിലൊക്കെ പിക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. എന്താണെങ്കിലും ഉടനെ തന്നെ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഉടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം നടക്കുമോ, അങ്ങനെ തൊട്ടടുത്ത വർഷമൊന്നുമല്ല. പക്ഷേ ഇതൊരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്ത് പോകട്ടെ എന്നുള്ളതാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ 2027 വേൾഡ് കപ്പ് ക്യാമ്പയിനിലേക്കൊക്കെ വരുമ്പോഴെങ്കിലും ക്വാളിഫയേഴ്സിലേക്ക് ഇവർ അവൈലബിൾ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ അതൊരു ഗ്രേറ്റ് തിങ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി കണക്ഷൻ സൈനിങ് ഓഫ്.